അച്ഛനും ഒരു പൂ പോലും ഇല്ലാണ്ട് ഇവിടെ പിടിച്ച് നിർത്തിയാണ്. അതുകൊണ്ട് കുറച്ച് ടീം വരുന്നുണ്ട്. പൂ വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊണ്ട് പോകാം. ഒരുപാട് ലോറി സൈഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് നായ്ക്കൾ വണ്ടി ഉണ്ടാക്കാൻ നോക്കല്ലേ. എന്തൊക്കെയാണ് സാർ? ഒന്നും വേണ്ട അങ്ങോട്ട് ചെല്ലുമ്പോൾ വിവാദത്തിൽ ചങ്ങന്മാർ പുതിയ പോട്ടെ ആളില്ല എന്റെ കൂട്ടിന് അങ്ങോട്ട് പോകുമ്പോൾ. അപ്പൊ ഗൈസ് കല്യാണങ്ങള് അടിപൊളിയായിട്ട് കഴിഞ്ഞു രണ്ടാള്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഓഫ് മിയമ്മാൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം സ്പെഷ്യൽ എന്താ വെച്ചാൽ നമ്മളെ ചെക്കന്മാരെ കല്യാണമാണ്. രണ്ടാളെ കല്യാണം കേട്ടോ. നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ ആരാന്നല്ലേ, നമ്മളെ സെബീറിൻ്റെ ഷിഹാബിൻ്റെ ആണ്. നമ്മളെ KC ബോയ്സിൻ്റെ മെയിൻ മെമ്പേഴ്സാണ്. നമ്മളെ അയൽവാസികളാണ്. അതായത് കളത്തിങ്ങൽ കുടുംബത്തിൻ്റെ അവസാനത്തെ കല്യാണം. അവിടുത്തെ പേരക്കുട്ടികളെ, അലവിയാക്കാൻ്റെ പേരക്കുട്ടികളെ അവസാനത്തെ കല്യാണം കേട്ടോ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഗംഭീര പരിപാടി നടന്നുകൊടുക്കുകയാണ്. ഇന്നലെ എൻ്റെ തലേന്നത്തെ കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നിങ്ങളെ കണ്ടിരിക്കും. ഞാൻ രണ്ടത് നടന്ന് പോകട്ടെ കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. അപ്പോഴാണ് ഓരോരുത്തർക്ക് വരുന്നത്. എന്താ പോലെ കഥ. ആ ഇങ്ങോട്ട് ചങ്ങ ഇതാണ് പുതിയപ്പള അവിടെ പോയിക്ക് ഇവിടെ കിടന്ന് കറങ്ങല്ലേ. മറ്റൊരു കല്യാണം ചെറുക്കാൻ ഭയങ്കര തിരക്കിലാണ്. 10-25 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഈ ഫീൽഡിൽ. ഇപ്പൊ എന്താണ് പറയുന്നത്? നല്ല സെറ്റപ്പാണ്, പ്രശ്നമൊന്നുമില്ല. ജയിച്ചില്ലല്ലോ. സ്റ്റേജിലൊരു മനുഷ്യനില്ലാതെ വല്ല എടുക്കുകയാണ്. ചെക്കനാണ് ഇവിടെ ഇതാക്കണ അന്തപ്പെട്ട് ഫോണും നോക്കി അവിടുത്തെ പരിപാടിയും കണ്ടു തീർക്കണ്. ലാസ്റ്റ് ട്രിപ്പ് ഗംഭീര പൊളി നടന്നു കൊടുക്കുകയാണ്. ഗ്രൗണ്ടിൽ ഇന്നത്തെ കളി കഴിഞ്ഞിട്ട് ഫുൾ ടീം ഇറങ്ങിക്കുന്നത്. ഇതാ ഈ നിൽക്കണതാണ് സെബീൻ്റെ ഷിഹാബിൻ്റെയൊക്കെ വലിയ കളിയാക്ക. സാളേക്കും ഇവിടെ കേട്ടോ പന്തല് നേരെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. നേരെ കയറിച്ച് പിന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാ ഓരോ വലിയ കാരണവര്. സാളേക്കും ഇതാ ആളിനോൾ മുറിച്ചാത് വരുന്നത്. പോയി ഓല സ്വീകരിക്ക്. ആ ഷിഹാബ് ഓൾറെഡി അവിടെ പോയി ആളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറിയാണ്. അപ്പോൾ നമുക്ക് പിന്നെ പോയി കാണാം. ഇതാണ് മറ്റൊരു ചെക്ക്. ഒരു സ്റ്റേജിലുണ്ട്, ഒരുത്ത ഇവിടെ പുറത്തുണ്ട്. നേരത്തെ പെണ്ണുങ്ങളെ പോയി കൊണ്ടുവരുന്നവരാണ്. നല്ല ഉണ്ട്. അവിടെ നമ്മളെ ഫുഡിൻ്റെ സെഷൻ ഉണ്ടോ, ഫുള്ള് കാറ്ററിംഗ് ബോയ്സ് കാര്യങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വെറുതെ ഇരിക്കാം.
ഇവിടെ സത്യ സെക്ഷൻ ഉണ്ട് കേട്ടോ. ബാബു നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എല്ലാവരും സെറ്റ് ആയിക്കൊണ്ട്. ഫുഡൊക്കെ എന്നുണ്ട് പരിപാടികള്? ബിരിയാണി സൂപ്പർ. തിന്ന് കഴിഞ്ഞു ചെയ്തു. ഞാൻ പരിപാടി ഉണ്ടെന്ന് വെച്ച് ബസ്സിലൊന്നും തിരിഞ്ഞോ? ബസ്സിലെ ഒരു കൊടിമരം പോണോക്കി, ഒരു കൊടിമരം പോണോക്കി. ആരും കൂടെ വാണിംഗ് കൊടുക്കണ്ട. ആ പില്ലറൊന്ന് പോയിക്കോട്ടെ, ആ പില്ലറൊന്ന് പോയിക്കോട്ടെ. അറിയുക നമ്മളിവിടെ ഇരുന്നു. ആ ഈ പ്രസാദേട്ടൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഐസ്ക്രീം സെഷൻ കഴിട്ടോ, ഇത് കൊടുത്തോ. ഇപ്പോൾ നമ്മൾ ചെക്കൻ്റെ അടുത്ത് എത്തിയിട്ടോ. പന്തലിൽ നിന്ന് റെഡിയാക്കും. ഇത് സെമിനാർ റെഡിയാക്കിയിട്ട് ഇറക്കാറുണ്ട്. ചെക്കൻ കുളിക്കണ്ടിട്ട് നമുക്ക് ഒരുങ്ങാനായിക്കണത്. റൂമൊക്കെ കാണിക്കാം. ലൈറ്റൊക്കെ എടുത്തിട്ട് ചെക്കൻ റെഡിയാക്കി നോക്കിയാ അവിടെ ഇറങ്ങിയിട്ട് നോക്കിയാ നോക്കി അവിടെ ഇറങ്ങി പോ. പറഞ്ഞു നോക്കോ, ഞാനോട് പോവാണ്. അങ്ങനെ പോയാരാ ഏട്ടാ വൈഡ് ആംഗിൾ എടുക്കട്ടെ. ഓർക്കുള്ള വണ്ടി ഏതാ സെബീറിന്റെ? അല്ലല്ല ബസ്സിലെടുത്തോളൂ. ഓ ചെക്കൻ വണ്ടി കയറി പോവാണ്, നമ്മളും കൂടെ പോയി കേട്ടോ. പോണ ബൈക്കിലായിരുന്നു. ചെക്കനുള്ളിൽ ഒരു പൂ പോലും ഇല്ലാണ്ട് ഇവിടെ പിടിച്ച് നിർത്തിയാണ്. അതുകൊണ്ട് കുറച്ച് ടീം വരുന്നുണ്ട്. പൂ വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊണ്ട് പോവാം. ഒരു തിരക്കണ്ടില്ലേ, അവരൊരു തിരക്കണ്ടില്ല, അവർക്കൊരു പൂ കൂടി വെക്കാൻ നേരല്ല. എന്താ ചെയ്യാ? ഒരുപാട് ലോറി സൈഡിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് വണ്ടി കണ്ടാ നോക്കല്ലേ. ഇതൊക്കെ ഏത് സാധനം? ഒന്നും വേണ്ട. ഞാൻ എന്റെ മുമ്പ് കൂടെ പോയത് അങ്ങോട്ട് ചെല്ലുമ്പോ അടക്ക പോട്ടെ. ഞാൻ വിവാദത്തിൽ സംഭവ വിവാദത്തിൽ ചങ്ങായിമാരും പുതിയപ്പഴും തമ്മിൽ പോട്ടെ. ആളില്ലാതെ പറയാം എന്റെ കൂട്ടിന്. അങ്ങോട്ട് പോകുമ്പോ സൈഡ് കുറച്ച് ജിന്നോട് എന്താ പറയാ, ഞങ്ങള് പോയിട്ട് വരാം. നമ്മളിവിടെ എത്തില്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ചാടി ഇറങ്ങും. അതുകൊണ്ട് വേഗം പോകുന്നതാണ്. ക്യാമറമാൻ വന്നിട്ട് ഇറങ്ങുള്ളൂ അല്ലേ?
ഇവരെന്തൊരു തിരക്ക് അറിയോ? നമുക്ക് വാങ്ങാനല്ല കുടിച്ചു വലിച്ച ഇവിടെ പോയിട്ട് കുറച്ച് അർജന്റീനേ പന്തലിക്കുന്ന സ്ഥലമൊക്കെ എത്തിയാണ്. ചെക്കൻ്റെ ലാസ്റ്റ് ഫോട്ടോഷൂട്ടാണ് ഇവിടുത്തെ. ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ചെക്കനെ കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. നല്ല വിശപ്പിലാണ്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇവിടെ കുറച്ച് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫി നടന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വല്ല കൂടി നമുക്ക് നാട്ടിൽ പോവാം. അപ്പോൾ ഇതാ ഇനി ഇവിടെ എത്തിട്ടോ. ഇവിടുത്തെ പരിപാടി എന്തായാലും നോക്കാം. അതില്ല അവിടെ പുറത്തുണ്ട്. ഇവളെ പോയി ഇറക്കി. ഞാൻ ഇറങ്ങി എൻട്രി ഇവിടെ ഒരുത്തം രാവിലെ മുതൽ ഒരുങ്ങി നിൽക്കണ സെക്യൂരിറ്റി പരിവായോ. അപ്പോൾ 2 ടീമിനെ സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട്. ഓരോ ഫോട്ടോസ് വെച്ച് നടക്കട്ടെ. നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ട് വന്നിട്ട് പിരിയാം. അത് ഗൈസ് പരിപാടികൾ അടിപൊളിയായിട്ട് കഴിഞ്ഞു. 2 കൂട്ടർ സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഫാമിലി ഗ്രൂപ്പ് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട് തരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുന്ന ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾ ഞാൻ ധരിക്കാൻ മറക്കരുത്. ഞാൻ കാണിക്കുന്നുണ്ടോ ഒരു അടുത്ത അത് വീഡിയോ കാണാം. ബൈ.